പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്ര സംഭവങ്ങളുടെ ചോദ്യാവലിയും ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളുടെ ഒരു വലിയ നിര തന്നെ ഉള്ളതിനാൽ അല്പം വേഗത്തിലായിരിക്കും ഈ വീഡിയോയിലെ ചോദ്യാവലിയും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ സ്ക്രീനിൽ ചോദ്യങ്ങൾ കാണിക്കുന്നില്ല, ഉത്തരങ്ങൾ മാത്രമേ സ്ക്രീനിൽ കാണിക്കുകയുള്ളൂ. ഒരു +2 ലെവൽ വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോയിലെ കണ്ടൻറ്റ് പ്രധാനമായും തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം: ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം: നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചതിനു പിന്നിലെ ലക്ഷ്യം? ഉത്തരം: വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ. ചോദ്യം: ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം? ഉത്തരം: ഡൽഹി. ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ഉത്തരം: ചൗരി ചൗര സംഭവം. ചോദ്യം: ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസകാലത്ത് ഏത് സംഘടനയിലാണ് ഗാന്ധിജി ചേർന്നത്? ഉത്തരം: വെജിറ്റേറിയൻ സൊസൈറ്റി. ചോദ്യം: ഏത് യുദ്ധത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിന് രൂപം നൽകിയത്? ഉത്തരം: ബൂവർ യുദ്ധം. ചോദ്യം: സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? ഉത്തരം: മഹാത്മാഗാന്ധി. ചോദ്യം: സേവാഗ്രാം പദ്ധതി ആവിഷ്കരിച്ചത്? ഉത്തരം: മഹാത്മാഗാന്ധി. ചോദ്യം: 1894 രൂപവൽകൃതമായ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി? ഉത്തരം: ഓണററി സെക്രട്ടറി. ചോദ്യം: 1929 ഗാന്ധിജി സ്ഥാപിച്ച നവജീവൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം? ഉത്തരം: അഹമ്മദാബാദ്. ചോദ്യം: മുഹമ്മദ് അലിയോടും ഷൗക്കത്ത് അലിയോടും ചേർത്ത് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനം? ഉത്തരം: ഖിലാഫത്ത് പ്രസ്ഥാനം. ചോദ്യം: സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് 1930 ഗാന്ധിജി ആരംഭം കുറിച്ചതെങ്ങനെ? ഉത്തരം: ദണ്ഡി യാത്രയോടെ. ചോദ്യം: എന്ത് നിലനിന്നാൽ ഹിന്ദുമതം നശിക്കുമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്? ഉത്തരം: അസ്പൃശ്യത. ചോദ്യം: തൻ്റെ 2 ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം: അഹിംസയും സത്യവും. ചോദ്യം: സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം: ഖാദിയെ. ചോദ്യം: ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതിയുടെ തലേന്ന് അന്തരിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവ്? ഉത്തരം: ബാലഗംഗാധര തിലകൻ. ചോദ്യം: രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. ചോദ്യം: ഗാന്ധി പീസ് പ്രൈസിന് അർഹനായ ആദ്യത്തെ സംഘടന? രാമകൃഷ്ണ മിഷൻ, 1998. ചോദ്യം: ആരുടെ മരണത്തിൽ അനുശോചിക്കാൻ വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പതാക പകുതി താഴ്ത്തിക്കെട്ടിയത്? ഉത്തരം: മഹാത്മാഗാന്ധിയുടെ. ചോദ്യം: ആദ്യത്തെ ഗാന്ധി സമാധാന സമ്മാനത്തിന് 1995 അർഹനായ ജൂലിയസ് നരേര ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് നയിച്ചത്? ഉത്തരം: ടാൻസാനിയ. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് അടുത്ത ചോദ്യാവലിയിൽ. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ? ഉത്തരം: പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചോദ്യം: ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം? ഉത്തരം: രഘുപതി രാഘവ രാജാറാം. ചോദ്യം: സേവാഗ്രാം ആശ്രമത്തിൽ ഗാന്ധിജി ശുശ്രൂഷിച്ച പാർച്ചുറേ ശാസ്ത്രി എന്ന സംസ്കൃത പണ്ഡിതനെ ഏത് രോഗമാണ് ബാധിച്ചിരുന്നത്? ഉത്തരം: കുഷ്ഠം. ചോദ്യം: ബാല്യകാലത്ത് സ്കൂൾ ഇൻസ്പെക്ടർ ഡിക്റ്റേഷൻ ടെസ്റ്റ് നടത്തിയപ്പോൾ ഗാന്ധിജിക്ക് ശരിയായി എഴുതാൻ കഴിയാതെ പോയ ഇംഗ്ലീഷ് വാക്ക്? ഉത്തരം: കെറ്റൽ. ചോദ്യം: ഏത് അസുഖം കാരണമാണ് 1914 ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത്? ഉത്തരം: പ്ലൂറിസി. ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം: 249 ദിവസം. ചോദ്യം: ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് നൽകിയത്? ഉത്തരം: ബർദോളി സത്യാഗ്രഹം, 1928. ചോദ്യം: ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മഡ്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിനാൽ അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി? ഉത്തരം: മിർ ആലം ഖാൻ. ചോദ്യം: 1922 ഗാന്ധിജിയെ ബ്രോംഫീൽഡ് എന്ന ജഡ്ജി എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? ഉത്തരം: 6 വർഷം. ചോദ്യം: 1928 ബാർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം: വല്ലഭായ് പട്ടേൽ. ചോദ്യം: വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ രണ്ടാമത്തെ സത്യാഗ്രഹി ആരായിരുന്നു? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ചോദ്യം: ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജ്? ഉത്തരം: സമൽദാസ് കോളേജ്. ചോദ്യം: പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടും മുമ്പ് ഗാന്ധിജി അമ്മക്ക് നൽകിയ ഉറപ്പ്? ഉത്തരം: മദ്യവും മാംസവും തൊടില്ലെന്ന്. ചോദ്യം: 1901 ആരുടെ അതിഥിയായിട്ടാണ് ഗാന്ധിജി 2 മാസത്തോളം കൽക്കത്തയിലെ ഇന്ത്യ ക്ലബ്ബിൽ താമസിച്ചത്? ഉത്തരം: ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം: എന്തിനെതിരെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഉത്തരം: ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബിൽ. ചോദ്യം: ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ. ചോദ്യം: എത്ര അനുയായികളാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിയെ അനുഗമിച്ചത്? ഉത്തരം: 78.
ചോദ്യം വിനോബ ഭാവെയെ ഏതു സത്യാഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ സത്യാഗ്രഹിയായിട്ടാണ് ഗാന്ധിജി നിശ്ചയിച്ചത്? ഉത്തരം വ്യക്തി സത്യാഗ്രഹം. ചോദ്യം എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത്? ഉത്തരം 61. ചോദ്യം ദർബനിലെ കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റ് ഗാന്ധിജിയോട് എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം തലപ്പാവ്. ചോദ്യം ഏത് പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങളുടെ പേരിലാണ് 1922 ഗാന്ധിജിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി 6 വർഷത്തേക്ക് ശിക്ഷിച്ചത്? ഉത്തരം യങ് ഇന്ത്യ. ചോദ്യം ആർക്കു വേണ്ടിയാണ് ഗാന്ധിജി 1917 ചമ്പാരൻ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഉത്തരം നീലം കർഷകർക്ക് വേണ്ടി. ചോദ്യം ആരുടെ സഹായത്തോടെയാണ് ഗാന്ധിജി പ്രിട്ടോറിയയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചുകൂട്ടിയത്? ഉത്തരം തയ്യബ് ഹാജി ഖാൻ. ചോദ്യം കമ്മ്യൂണൽ അവാർഡിനെ തുടർന്ന് യർവാഡ ജയിലിൽ മരണം വരെ ഉപവാസം ആരംഭിച്ച ഗാന്ധിജി ഏത് ഉടമ്പടിയെ തുടർന്നാണ് അത് പിൻവലിച്ചത്? ഉത്തരം പൂനെ ഉടമ്പടി. ചോദ്യം സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യാൻ കാരണം? ഉത്തരം അതിലൊരൊറ്റ ഇന്ത്യക്കാരൻ പോലും അംഗമല്ലായിരുന്നു. ചോദ്യം ഏത് ആവശ്യത്തിനാണ് 1948 ഗാന്ധിജി തൻ്റെ അവസാന സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം പാകിസ്ഥാന് ഇന്ത്യ നൽകാനുള്ള 55 കോടി രൂപ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ഹിന്ദു മുസ്ലിം സംഘർഷത്തിൽ മനസ്സുവേദനിച്ചു. ചോദ്യം എത്രാമത്തെ വയസ്സിലാണ് ബ്രഹ്മചര്യം ജീവിതനിഷ്ഠയായി സ്വീകരിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത്? ഉത്തരം 37. ചോദ്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഗാന്ധിജി നടത്തിയത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം കാലഹരണപ്പെട്ട ചെക്ക് അല്ലെങ്കിൽ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ക്രിപ്സ് മിഷന്. ചോദ്യം സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത്? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഏതവസരത്തിലാണ് ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം എഴുതിയത്? ഉത്തരം സിവിൽ നിയമലംഘനം. ചോദ്യം ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. എങ്ങോട്ട് പോകും മുമ്പാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം ദണ്ഡി യാത്ര. ചോദ്യം ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ? ഉത്തരം ഹേ റാം. ചോദ്യം ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? 2338 ദിവസം. ചോദ്യം ശക്തി ലഭിക്കാൻ എന്ത് കഴിക്കണമെന്നാണ് ബാല്യകാലത്ത് ഷെയ്ഖ് മഹ്താബ് ഗാന്ധിജിയോട് പറഞ്ഞത്? ഉത്തരം മാംസം. ചോദ്യം ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ അവാർഡുകൾ ലഭിച്ചു? ഉത്തരം 8. ചോദ്യം ഗാന്ധിജി വിശ്വാസമർപ്പിച്ചിരുന്ന ചികിത്സാ സമ്പ്രദായം? ഉത്തരം നാച്ചുറോപ്പതി. ചോദ്യം ഗാന്ധിജിക്ക് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 4. ചോദ്യം ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു? ഉത്തരം ദിവാൻ. ചോദ്യം ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി? ഉത്തരം നെയ്യം താലീം. ചോദ്യം ധരിക്കാൻ കുറച്ച് വസ്ത്രം മാത്രം ഗാന്ധിജി സ്വീകരിക്കാൻ കാരണം? ഉത്തരം പാവങ്ങളോട് ഐക്യദാർഢ്യം പുലർത്താൻ. ചോദ്യം മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത്? ഉത്തരം ശ്യാം ബനഗൽ. ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി എത്ര കാലത്തേക്കാണ് ഗാന്ധിജിയെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്? ഉത്തരം 2 മാസം. ഗാന്ധിജിയുടെ സമുദായം? ഉത്തരം ബനിയ. ചോദ്യം ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ. ചോദ്യം ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ടോയോഹിക്കോ കഖവ. ചോദ്യം ഏത് തരം തോക്കുപയോഗിച്ചാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത്? ഉത്തരം ഇറ്റാലിയൻ ബെറിറ്റ പിസ്റ്റൾ. ചോദ്യം ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം ഗാന്ധിജിയുടെ പ്രൊഫഷൻ എന്തായിരുന്നു? ഉത്തരം അഭിഭാഷകൻ. ചോദ്യം അമേരിക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്. ചോദ്യം ആകെ എത്ര പ്രാവശ്യം ഗാന്ധിജി സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഉത്തരം 5. ചോദ്യം എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലെത്തിയത്? ഉത്തരം 24-ാം വയസ്സിൽ. ചോദ്യം ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് നൽകിയ ബഹുമതി? ഉത്തരം കൈസർ ഇ ഹിന്ദ്. ചോദ്യം ഗാന്ധിജി ഏത് വിഭാഗത്തിലാണ് ജനിച്ചത്? ഉത്തരം വൈശ്യ. ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ? ഉത്തരം മഹാത്മാഗാന്ധി. ചോദ്യം ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് പുരാണ കഥാപാത്രത്തിൻ്റെ സ്ഥലമാണ്? ഉത്തരം കുചേലൻ. ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 2089 ദിവസം. ചോദ്യം മരണദിവസം ഗാന്ധിജി ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ്? ഉത്തരം സർദാർ പട്ടേൽ. ചോദ്യം ഗാന്ധിജി അന്തരിച്ച അതേ വർഷം തന്നെ 1948 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ചോദ്യം കൽപ്പവൃക്ഷത്തോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയത് ഏതിനെയാണ്? ഉത്തരം സത്യാഗ്രഹം. ചോദ്യം ആഫ്രിക്കൻ ഗാന്ധി എന്ന് വിശേഷിക്കപ്പെട്ടത്? ഉത്തരം കെന്നത്ത് കൗണ്ട. ചോദ്യം എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയത്? ഉത്തരം 45. ചോദ്യം അധസ്ഥിതർക്ക് ഗാന്ധിജി നൽകിയ പേര്? ഉത്തരം ഹരിജൻ. ചോദ്യം എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജിയുടെ വിവാഹം നടന്നത്? ഉത്തരം 14. ചോദ്യം എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധി വധിക്കപ്പെട്ടത്? ഉത്തരം 79. ചോദ്യം ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആരാണ് തുടർന്ന് പ്രക്ഷോഭം നടത്തിയത്? ഉത്തരം അബ്ബാസ് തിയാബ്ജി.
ചോദ്യം ഏത് ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം വെള്ളിയാഴ്ച. ചോദ്യം ഗാന്ധിഘാതകനായ ഗോഡ്സെ ഏത് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു? ഉത്തരം ഹിന്ദു രാഷ്ട്ര. ചോദ്യം ഗാന്ധി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യം? ഉത്തരം രാമരാജ്യം. ചോദ്യം ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ്? ഉത്തരം റൊമൈൻ റോളണ്ട്. ചോദ്യം ഗാന്ധിയുടെ മക്കൾ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ സ്ഥാപിച്ചത്? ഉത്തരം ഫിനിക്സ് സെറ്റിൽമെൻറ്റ്. ചോദ്യം ഏത് നേതാവിൻ്റെ ചിത്രമാണ് ഇന്ത്യയിലെ നോട്ടുകളിൽ കാണുന്നത്? ഉത്തരം മഹാത്മാഗാന്ധി. ഈ ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട അടുത്തത് ഗാന്ധിജിയും ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളെയും കുറിച്ചാണ്. ചോദ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ചോദ്യം എവിടെ വെച്ചാണ് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത്? ഉത്തരം ജോഹാനസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ചോദ്യം ഗാന്ധിജി എവിടെ വെച്ചാണ് വധിക്കപ്പെട്ടത്? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട്. ചോദ്യം ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? ഉത്തരം ഗുജറാത്ത്. ചോദ്യം ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയാണ്? ഉത്തരം ഭാവ്നഗർ, ഗുജറാത്ത്. ചോദ്യം ഗാന്ധി വധക്കേസിൽ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഏതു ജയിലിലാണ്? ഉത്തരം അംബാല. ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടത്തിയ ചമ്പാരൻ ഇപ്പോൾ ഏത് സംസ്ഥാനമാണ്? ഉത്തരം ബീഹാർ. ചോദ്യം നിയമപഠനത്തിനായി ഗാന്ധിജി എങ്ങോട്ടാണ് പോയത്? ഉത്തരം ലണ്ടൻ. ചോദ്യം ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം യമുന. ചോദ്യം 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം കൽക്കട്ടയിൽ. ചോദ്യം ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധി തിരഞ്ഞെടുത്ത സ്ഥലം? ഉത്തരം ദണ്ഡി. ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവനുഭവിച്ചത് എവിടെയാണ്? ഉത്തരം ആഖാഖാൻ കൊട്ടാരം. ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി സത്യാഗ്രഹം അനുഷ്ഠിച്ചതെവിടെ? ഉത്തരം മുംബൈ. ചോദ്യം ഗാന്ധിയൻ തത്വങ്ങളുടെ അനുയായിയായ A.T. ആര്യരത്ന ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ശ്രീലങ്ക. ചോദ്യം മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏത് മന്ദിരത്തിന് സമീപമാണ്? ഉത്തരം ബിർള ഹൗസ്. ചോദ്യം ഗാന്ധിജിയുടെ ജനന സ്ഥലമായ പോർബന്ദർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ചോദ്യം നിയമപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ കേസ് എവിടെയാണ് വാദിച്ചത്? ഉത്തരം മുംബൈ. ചോദ്യം ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൻ്റെ പഴയ പേര്? ഉത്തരം സുധാമാപുരി. ചോദ്യം ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലങ്ങൾ? ഉത്തരം പോർബന്ദർ, രാജ്കോട്ട്. ചോദ്യം ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമപഠനം നടത്തിയ സ്ഥാപനം? ഉത്തരം ഇന്നർ ടെമ്പിൾ. ചോദ്യം നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നേടിയ സ്ഥലങ്ങൾ? ഉത്തരം ബോംബെയും രാജ്കോട്ടും. ചോദ്യം ഏത് കൊട്ടാരത്തിലാണ് ഗാന്ധി അവസാനമായി തടവിൽ കഴിഞ്ഞത്? ഉത്തരം ആഖാഖാൻ കൊട്ടാരം. ചോദ്യം ഗാന്ധി അവസാനമായി തടവനുഭവിച്ച ആഖാഖാൻ കൊട്ടാരം എവിടെയാണ്? ഉത്തരം പൂനെ. ചോദ്യം ഗാന്ധിജി എവിടെ നിന്നാണ് ബാരിസ്റ്റർ അറ്റ് ലോ ബിരുദം നേടിയത്? ഉത്തരം ഇംഗ്ലണ്ട്. ചോദ്യം ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം ഗാന്ധി സത്യാഗ്രഹം നടത്തിയ ഗേഡ ഏത് സംസ്ഥാനത്താണ്? ഖേദ. ഉത്തരം ഗുജറാത്ത്. ചോദ്യം 1948 ജനുവരി 20 മദൻലാൽ എന്ന യുവാവ് എവിടെ വെച്ചാണ് ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ന്യൂഡൽഹി. പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്ത ഭാഗത്ത് ഗാന്ധിജിയും ചില പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം ഐ ഫോളോ ദ മഹാത്മ രചിച്ചത്? ഉത്തരം കെ മുൻഷി. ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരാണ് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ നൽകിയത്? ഉത്തരം ഹെൻറി പോളക്ക്. ചോദ്യം ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി രചിച്ചത് ആര്? ഉത്തരം ലൂയി ഫിഷർ. ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഗുജറാത്തി. ചോദ്യം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന വീക്കിൽ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ഉത്തരം ഇംഗ്ലീഷ്. ചോദ്യം ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്? ഉത്തരം യേർവാഡ. ചോദ്യം 1919 ഗാന്ധിജി രജിസ്ട്രേഷനില്ലാതെ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം? ഉത്തരം സത്യാഗ്രഹി. ചോദ്യം ഏതു ഗ്രന്ഥത്തെയാണ് തൻ്റെ അമ്മയാണെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ചോദ്യം മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏതു പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? ഉത്തരം നവജീവൻ. ചോദ്യം ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? ഉത്തരം JB കൃപലാനി. ചോദ്യം ഏതു ഭാഷയിലാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയത്? ഉത്തരം ഗുജറാത്തി. ചോദ്യം ജോൺ റസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ഏതു പേരിലാണ് ഗാന്ധി ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം സർവോദയം. ചോദ്യം ഗാന്ധിജിയെ സ്വാധീനിച്ച ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം ടോൾസ്റ്റോയ്. ചോദ്യം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൻ്റെ ആദ്യ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചത്? ഉത്തരം മൻസൂഖ ലാൽ നാസർ. ചോദ്യം ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം? ഉത്തരം ഹിന്ദു സ്വരാജ്.
ചോദ്യം ഏതു വർഷമാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് രചിച്ചത്? ഉത്തരം 1909. ചോദ്യം ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യയുടെ ആദ്യ ലക്കം ഇറങ്ങിയ വർഷം? ഉത്തരം 1919. ചോദ്യം തൻ്റെ സ്പിരിച്വൽ റഫറൻസ് ബുക്ക് എന്ന് ആയി ഗാന്ധി വിശേഷിപ്പിച്ചത്? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം ഇൻ സെർച്ച് ഓഫ് ഗാന്ധി രചിച്ചത്? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. ചോദ്യം വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ രചിച്ചത്? ഉത്തരം R.K. നാരായൺ. ചോദ്യം ഏത് പുസ്തകം വായിച്ച ശേഷമാണ് ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചത്? ഉത്തരം അൺടു ദിസ് ലാസ്റ്റ്. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റു ചില ഫാക്റ്റുകളാണ്. ചോദ്യം ഗാന്ധിജി ചമ്പാരൻ സമരം നടത്തിയ വർഷം? ഉത്തരം 1917. ചോദ്യം ഗാന്ധിജി വിവാഹിതനായ വർഷം? ഉത്തരം 1883. ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ച അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം? ഉത്തരം 1918. ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച വർഷം? ഉത്തരം 1914. 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തി. ചോദ്യം കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം? ഉത്തരം 1944. ചോദ്യം ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായത്? ഉത്തരം 1917. ചോദ്യം പഠനത്തിനായി ഗാന്ധിജി ആദ്യമായി ലണ്ടനിൽ പോയ വർഷം? ഉത്തരം 1888. ചോദ്യം ജോഹാനാസ്ബർഗിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം? ഉത്തരം 1910. ചോദ്യം ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിന് രൂപം നൽകിയ വർഷം? ഉത്തരം 1899. ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ചൗരി ചൗര സംഭവം നടന്ന വർഷം? ഉത്തരം 1922. ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ ദർബനിനടുത്ത് ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1904.